മറുകണ്ഠം ചാടുന്നതും സ്ഥാനമുറപ്പിക്കുന്നതും കുതികാൽ വെട്ടുന്നതുമൊന്നും ഒരു മോശം കാര്യമായിട്ടല്ല ഇന്ന് നാം കാണുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ നാശത്തിലേക്ക് എത്തുകയാണോ എന്ന് നമ്മൾ ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപറ്റം ആൾക്കാർ മറ്റു പാർട്ടികളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൊച്ചു കേരളത്തിൽ മുഹമ്മദ് അൻവർ എന്ന പ്രസിദ്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ തൃണമൂൽ കോൺഗ്രസിനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടു. അൻവറിനെയും അനുയായികളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരുപറ്റം നേതാക്കളും അനുയായികളും തൃണമൂൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് ജെയിലേക്ക് ചേക്കേറുകയാണ്, ജേക്കബ് കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഞാനും എന്നെ പോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് ഇനി എന്ത് എന്ന് അറിയാൻ സാധിക്കാതെ, കാരണം നമ്മൾ സ്റ്റേറ്റ് ലെവൽ അവിടെ പ്രവർത്തിച്ചിട്ടും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ നേതാവ് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് എങ്ങോ പോയി കാണും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ഞങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം ജനങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ മീഡിയ, ഈ പ്രസ് മീറ്റ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പ്രസ് മീറ്റ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന കാര്യങ്ങളെ പറ്റി. കാരണം ഒന്ന് ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് അവതരണം തന്നു കഴിഞ്ഞു. ഞങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലേക്ക് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ജനങ്ങൾ ജില്ലാ, മണ്ഡല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരമുള്ള 14 നിയോജക മണ്ഡലത്തിലെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകർ വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നൂറുകണക്കിന് പ്രവർത്തകർ കേരള കോൺഗ്രസ് ജേക്കബിലേക്ക് പോവുകയാണ്. കാരണം അതിനുള്ള കാരണങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത് അൻവർ ഇവിടെ കൺവീനറായിട്ട് വരികയും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ലോഞ്ച് ചെയ്യിപ്പിക്കാമെന്ന് പറയുകയും ഞങ്ങളെ എല്ലാം കോർഡിനേറ്റർമാരായിട്ടാണ് നിർത്തിയിരുന്നത്. ഈവൻ ഒരു മണ്ഡലം കമ്മിറ്റി പോലും PV അൻവർ എടുക്കുകയുണ്ടായില്ല. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ അത് കഴിയട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം സേവ് തൃണമൂൽ കോൺഗ്രസ് ആയി മാറി നിൽക്കുകയായിരുന്നു. ഈ സേവ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ആ തൃണമൂൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന സംഘടനയാണ് ഇന്ന് നമ്മുടെ TM ജേക്കബ് സാറിന് ഫൗണ്ടറായിട്ടുണ്ടായിരുന്ന അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജേക്കബിലേക്ക് പോകുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്കാണ് ഞങ്ങളിലുള്ള ഭൂരിപക്ഷം പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേരള കോൺഗ്രസ് ജേക്കബിലേക്ക് പോയാൽ മതി എന്നുള്ളത്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള വിവരണം ഞങ്ങൾ തരാം. മൊത്തം കേരളത്തിന്റെ 14 ജില്ലകൾ നിലനിൽക്കുമ്പോൾ ആ 14 ജില്ലയിൽ ഉണ്ടായിരുന്ന കോർഡിനേറ്റർമാരിൽ 90% കോർഡിനേറ്റർമാർ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. സേവ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന അത് ജനാധിപത്യ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് നിന്നുകൊണ്ട് UDFന്റെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ പിന്തുണ നൽകിക്കൊണ്ട് നടന്ന പ്രസ് മീറ്റുകൾ മീഡിയകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്നേ ഇത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിന്ന ഒരു സംഘടനയാണ്. ഇന്ന് ആ സംഘടന വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാം, തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും പുതിയൊരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണ്ട എന്ന് നമ്മൾ ഇപ്പോൾ ഉള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി നോക്കുമ്പോഴാണ് നമുക്ക് അഭികാമ്യം എന്ന് തോന്നിയത് കേരള കോൺഗ്രസ് ജേക്കബാണ്. കാരണം അതിനെ സമയത്ത് മതാധികാര ജനാധിപത്യ സോഷ്യലിസം എന്ന പ്രിൻസിപ്പിളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതിനാലാണ് ഞങ്ങൾ ആ പാർട്ടിയെ തന്നെ തെരഞ്ഞെടുത്തത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നൂറുകണക്കിന് നേതാക്കൾ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം പ്രവർത്തകരെ നിങ്ങൾ കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറ്റന്നാ 7-ാം തീയതി നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിലേക്ക് വരുന്ന ജനപങ്കാളിത്തം നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് നടക്കുന്ന നമ്മളെ പഴയ ട്രിവാൻഡ്രം ഹോട്ടലാണ്, ഇപ്പോഴത്തെ മന്നം ഹാളില്, നമ്മളെ പൂർണ്ണ ഹോട്ടലിൽ തൊട്ടടുത്തിരിക്കുന്നത്. അന്നാണ് 7-ാം തീയതി നമ്മൾ അവിടെയാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് 3 മണിക്ക്. വളരും തോറും പിളരും, പിളരും തോറും
വളരും എന്ന് മാണി സാർ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളും എനിക്ക് ഓർമ്മ വരുന്നു. ഇനിയുള്ള കാലം ഒരു കോയിലേഷൻ ഗവൺമെൻറ്റിനാണ്, സർക്കാരുകൾക്കാണ് സാധ്യത എന്ന് ഇദ്ദേഹം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിരുന്നു അവർ ഒരുമിച്ച് നടത്തിയ ഒരു പുസ്തക പ്രകാശനത്തിൽ ഇങ്ങനെയൊരു വാക്ക് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള കാലം കോയിലേഷൻ ഗവൺമെൻറ്റിൻ്റെ കാലമാണ് എന്ന ഇത് പ്രത്യേകം ഓർമ്മിക്കുന്നു. എന്തായാലും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കത്തില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.